Hello, my dear students. Welcome to Nova Aspire Academy. Balancing the chemical equation 10th CPSCയുടെ ഒരു പ്രധാന പാർട്ട് തന്നെയാണ്. അതിലെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ആദ്യത്തെ പാർട്ടിൽ ഓരോ അയോൺസിന്റെയും ചാർജസും കാര്യങ്ങളും വ്യക്തമാക്കിയിരുന്നു. ആദ്യത്തെ പാർട്ട് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ പാർട്ടിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് വേഡ് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു കെമിക്കൽ ഇക്വേഷൻ ആദ്യം എഴുതുവാനും പിന്നീട് അത് ബാലൻസ് ചെയ്യുവാനുമാണ് പഠിക്കേണ്ടത്. അപ്പോൾ വേഡ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് തരിക. അതായത് സിങ്ക് പ്ലസ് സൾഫ്യൂരിക് ആസിഡ് ഗീവ്സ് സിങ്ക് സൾഫേറ്റ് പ്ലസ് ഹൈഡ്രജൻ. ഇങ്ങനെ തരുമ്പോൾ ആദ്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഈ സൾഫ്യൂരിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല. സൾഫ്യൂരിക് ആസിഡ് നിങ്ങൾക്കറിയാം H2SO4 ആണ്. സിങ്കിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സിങ്ക് Zn എന്നാണ് സിങ്കിന്റെ കെമിക്കൽ ഫോർമുല. സൾഫ്യൂരിക് ആസിഡ് H2SO4 gives സിങ്ക് സൾഫേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ZnSO4 എന്നാണ്. ഹൈഡ്രജൻ റെപ്രസെന്റ് ചെയ്യുന്നത് H2. ഇങ്ങനെയാണ് ഒരു വേഡ് ഇക്വേഷനിൽ നിന്നും ഒരു കെമിക്കൽ ഇക്വേഷൻ എഴുതുന്നത്. ഇനി അത് ബാലൻസ് ചെയ്യണമെങ്കിൽ പ്രൊഡക്റ്റ് സൈഡിൽ ഉള്ളതും റിയാക്റ്റൻറ്റ് സൈഡിൽ ഉള്ളതും, റിയാക്റ്റൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ഇക്വേഷനിൽ ആരോൻ്റെ ഇതാണ് ആരോ, കെമിക്കൽ ഇക്വേഷനിലെ ആരോ. ഈ ആരോയുടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന സിങ്കും H2SO4 ഇതാണ് റിയാക്റ്റൻസ്. അതായത് ഇതാണ് കെമിക്കൽ റിയാക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പ്രൊഡക്റ്റായ, അതായത് ആരോയുടെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന സിങ്ക് സൾഫേറ്റും H2വുമായി മാറുന്നു. ZnSO4ഉം H2വുമായി മാറുന്നു. അപ്പോൾ മക്കളെ, ഇതാണ് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന സിങ്കും H2SO4ഉമാണ് റിയാക്റ്റൻസ്. പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് സിങ്ക് സൾഫേറ്റും ഹൈഡ്രജനുമാണ്. ഇനി ബാലൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാലൻസിങ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻസിന്റെ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസ് ഉണ്ടോ അത്രയും തന്നെ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്ട്സും കാണണം. അതായത് ഈ ബാലൻസിങ് ദ കെമിക്കൽ റിയാക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാലൻസിങ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എടുക്കുന്നത് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്. അതായത് ദ നമ്പർ ഓഫ് പ്രോഡക്ട്സ് ഫോംഡ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് റിയാക്റ്റൻസ് യൂസ്ഡ് അപ്പ്. ഇതാണ് ആ ലോ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സിങ്ക് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അങ്ങനെ ഏതൊക്കെ എലമെൻ്റ് ആണ് ലെഫ്റ്റ് സൈഡിലുള്ളതെന്ന് എഴുതി വയ്ക്കാം. ZnHSO. സിങ്ക് എത്ര എണ്ണമുണ്ട്? സിങ്ക് ആകെ ഒരു മോളിക്യൂളാണ് ഉള്ളത്, ഒറ്റൊരാറ്റമാണ് സിങ്ക് ഉള്ളത്. ഹൈഡ്രജൻ ആണെങ്കിൽ H2 എന്നാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 ആറ്റംസ് ഉണ്ട് ഹൈഡ്രജൻ. ദെൻ സൾഫർ ആകെ ഒന്നാണ് ഉള്ളത്, 1 എഴുതി. പിന്നെ O4 ആണ്. ഓക്സിജൻ 4 എണ്ണം, ആ 4 എണ്ണം എഴുതി. ഇത് റിയാക്റ്റൻറ്റ് സൈഡ് കംപ്ലീറ്റ് ആയി. പ്രൊഡക്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ അവിടെയും സിങ്ക് ഒരാൾ തന്നെയാണ്. അപ്പോൾ സിങ്ക് ലെഫ്റ്റ് സൈഡിലും 1 തന്നെയാണ്, റൈറ്റ് സൈഡിലും 1 തന്നെയാണ്. അപ്പോൾ അത് ബാലൻസ്ഡ് ആണ്. ഇനി ഹൈഡ്രജൻ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ 2 ആണ്, റൈറ്റ് സൈഡിലും 2 തന്നെയാണ്, അതും ബാലൻസ്ഡ് ആണ്. സൾഫർ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ 1ഉം റൈറ്റ് സൈഡിൽ 1ഉം തന്നെയാണ്. സിങ്ക് സൾഫേറ്റിലെ സൾഫർ, ഓക്കെ, ഈ സൾഫർ 1 തന്നെയാണ്. അപ്പോൾ അതും ബാലൻസ്ഡ് തന്നെയാണ്. ഇനി ഓക്സിജൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഓക്സിജൻ ലെഫ്റ്റ് സൈഡിൽ, അതായത് റിയാക്റ്റൻറ്റ് സൈഡിൽ O4 ആയിരുന്നു, പ്രൊഡക്റ്റ് സൈഡിൽ SO4ലും അതേപോലെ തന്നെ O4 തന്നെയാണ്. ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ ആക്ച്വലി അത് വേഡ് ഇക്വേഷനിൽ നിന്നും കെമിക്കൽ ഇക്വേഷനിലേക്ക് മാറ്റിയപ്പോൾ തന്നെ അത് ബാലൻസ്ഡ് ആണ്. എല്ലാ ഇക്വേഷൻസും അങ്ങനെ ആയിരിക്കില്ല. ഇത് ബാലൻസ്ഡ് ഇക്വേഷനാണ് അവർ തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പുതുതായി ഒന്നും ബാലൻസ് ചെയ്യേണ്ട കാര്യമില്ല. സോ ഇങ്ങനെ ഒരു റിയാക്ഷൻ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ദാറ്റ് റിയാക്ഷൻസ് ഈസ് കെമിക്കലി ബാലൻസ്ഡ് വൺ. ബാലൻസ്ഡ് കെമിക്കൽ ഫോർമുല ഓഫ് ദിസ് റിയാക്ഷൻ ഈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ വീണ്ടും എടുത്തെഴുതാം.
പിന്നെ അതിൻ്റെ സ്റ്റേറ്റ് കൂടി ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അതായത് സിങ്ക് എന്നുള്ളത് സോളിഡ് സ്റ്റേറ്റിലാണ് കിടക്കുന്നത്. ZnSO4 സോളിഡ് പ്ലസ് H2SO4 ഏത് സ്റ്റേറ്റിലാണ്? H2SO4 ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ഇതിൽ L എന്ന് ഉദ്ദേശിക്കുന്നത് ലിക്വിഡ് എന്നാണ്. then gives arrow, then ZnSO4 എന്ന സിങ്ക് സൾഫേറ്റ് ഇത് സോളിഡ് സ്റ്റേറ്റിലാണ് കിടക്കുന്നത്. then പ്ലസ് ഹൈഡ്രജൻ എന്നുള്ളത് ഗ്യാസ് ആണ്. അപ്പോൾ G എന്ന് എഴുതാം. ഇത്രയുമായാൽ ഈ ഇക്വേഷൻ ബാലൻസ് ആയി കംപ്ലീറ്റ് ആയിട്ടും നിങ്ങൾക്ക് റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഓരോ റിയാക്റ്റൻറ്റും ഓരോ പ്രൊഡക്റ്റും ഏതൊക്കെ സ്റ്റേറ്റിലാണ് കിടക്കുന്നത് എന്നടക്കം നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനായിട്ട് കണക്കാക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. ഹൈഡ്രജൻ പ്ലസ് ക്ലോറിൻ ഗീവ്സ് ഹൈഡ്രജൻ ക്ലോറൈഡ്. ഇവിടെ ഹൈഡ്രജൻ എന്നുള്ളത് H എന്ന് പറഞ്ഞാൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഹൈഡ്രജൻ ഒരിക്കലും H എന്ന അവസ്ഥയിൽ ഒരു സ്റ്റേബിൾ മോളിക്യൂൾ അല്ല. അപ്പോൾ അതുകൊണ്ട് H2 എന്ന് എഴുതാം. അതേപോലെ തന്നെ Cl എന്നുള്ളതിനെ നമുക്ക് Cl2 എന്ന് എഴുതാം. ഇനി ഗിവ്സ് ആരോ ഹൈഡ്രജൻ ക്ലോറൈഡ് എന്നുള്ളതിൻ്റെ കെമിക്കൽ ഫോർമുല HCl ഇങ്ങനെ എഴുതാം. ഇനി ഈ ലെഫ്റ്റ് സൈഡിൽ ഇതേപോലെ കോളം വരച്ച് ചെയ്യേണ്ട കാര്യമില്ല, കാരണം അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എത്ര ഹൈഡ്രജൻ അങ്ങനെ തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. റൈറ്റ് സൈഡിൽ എത്ര ഹൈഡ്രജൻ, ലെഫ്റ്റ് സൈഡിൽ എത്ര ക്ലോറിൻ, റൈറ്റ് സൈഡിൽ എത്ര ക്ലോറിൻ, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോയാൽ മതി. ഇപ്പോൾ ഈ ഹൈഡ്രജൻ ലെഫ്റ്റ് സൈഡിൽ 2 ഉണ്ട്, എന്നാൽ റൈറ്റ് സൈഡിൽ ഹൈഡ്രജൻ 1 ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ഹൈഡ്രജൻ ബാലൻസ്ഡ് അല്ല. ഹൈഡ്രജനെ ബാലൻസ്ഡ് ആക്കണമെങ്കിൽ ഇവിടെ 2 ഹൈഡ്രജൻ ആവശ്യമാണ്. ഇങ്ങനെ 2 ഹൈഡ്രജൻ ആവശ്യമാണെങ്കിൽ ഈ ഹൈഡ്രജൻ എന്നുള്ള Hൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 2 ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ താഴെ 2 ഇടരുത്, അത് മോളിക്യൂളിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ബാലൻസ് ചെയ്യുമ്പോൾ മോളിക്യൂളിൻ്റെ എത്ര എണ്ണം വേണം എന്നുള്ളത് ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഈ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ ആക്ച്വലി ഈ ഏതൊക്കെ ആറ്റംസ് ഇപ്പുറത്തുണ്ടോ അതിനൊക്കെ ബാധകമാണ്. അതായത് ഇവിടെ 2 ഹൈഡ്രജനും ഉണ്ട്, 2 ക്ലോറിനും ഉണ്ട് എന്നർത്ഥം. ഈ 2 റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹൈഡ്രജനെയും ക്ലോറിനെയും രണ്ടിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇപ്പുറത്തെ സൈഡിൽ അതേപോലെ തന്നെ ക്ലോറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ 2 ക്ലോറിൻ ഉണ്ട്. ഇങ്ങനെ ഇടുമ്പോൾ ഇവിടെ 2 ഹൈഡ്രജനുമായി അതേപോലെ തന്നെ 2 ക്ലോറിനുമായി. ഓക്കെ, ഈ 2 എന്നുള്ളത് ഹൈഡ്രജനും ബാധകമാണ്, ഈ 2 ക്ലോറിനും ബാധകമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 2 ഹൈഡ്രജനും 2 ക്ലോറിനുമാണ് ഉണ്ടായത്. അത് റൈറ്റ് സൈഡിൽ 2HCl എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ 2 ഹൈഡ്രജനും 2 ക്ലോറിനും ഉണ്ടായി. ഇങ്ങനെയാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതാം. ഇനി ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റേറ്റ് കൂടി റെപ്രസെൻ്റ് ചെയ്യാം. അതായത് H2 എന്നുള്ളത് ഗ്യാസാണ്, ദെൻ ക്ലോറിൻ എന്നുള്ളതും ഗ്യാസാണ്, HCl എന്നുള്ളതും ഗ്യാസായി തന്നെ എഴുതാം നമുക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത മോളിക്യൂൾ എന്നുള്ളത് ബേരിയം ക്ലോറൈഡ് പ്ലസ് അലുമിനിയം സൾഫേറ്റ് ഗീവ്സ് ബേരിയം സൾഫേറ്റ് ആൻഡ് അലുമിനിയം ക്ലോറൈഡ്. ഇത് മോളിക്യൂൾ ആദ്യം നമ്മൾ ഫോർമുല അറിഞ്ഞിരിക്കണം. അതായത് അറിയണമെങ്കിൽ ചാർജസ് അറിയണം. ബേരിയത്തിനും ക്ലോറിനും ബേരിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ ബേരിയം +2 ആണ്, ഒരു ക്ലോറിന് -1 ആണ്. ഇവിടെ ഞങ്ങൾ ചാർജ് എടുക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ന്യൂമറിക്കൽസ് മാത്രം എടുത്താൽ മതി. ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ബേരിയം ക്ലോറൈഡ് നിങ്ങൾക്ക് കിട്ടും. ബേരിയത്തിന് ഈ ക്ലോറിൻ്റെ 1 ആണ് കിട്ടുക. ദെൻ ക്ലോറൈഡിന് ഈ ബേരിയത്തിൻ്റെ ചാർജ് BaCl2 എന്ന് കിട്ടും. ഇനി അതേപോലെ തന്നെ അലുമിനിയം സൾഫേറ്റ്, അലുമിനിയം റെപ്രസെൻ്റ് ചെയ്ത് Al, സൾഫേറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് SO4. SO4ന് -2 ആണ് ചാർജ്.
അലുമിനിയത്തിനാണെങ്കിൽ +3, അലുമിനിയം +3 SO4 -2. ക്രിസ് ക്രോസ് ചെയ്യാം. ക്രിസ് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് Al2, അലുമിനിയത്തിന് SO4ൻ്റെ 2 കിട്ടും. SO4 ഇതൊരു പോളി ആറ്റോമിക് മോളിക്യൂൾ ആയതുകൊണ്ട് SO4നെ കംപ്ലീറ്റ് ആയിട്ടും ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതാം. SO4 3 പ്രാവശ്യം. അലുമിനിയത്തിൻ്റെ ചാർജ് ആയ 3 ആണ് കിട്ടുന്നത് SO4ന്. Al2 SO4 thrice എന്ന് കിട്ടും. Then gives an arrow, then forms barium sulfate. barium sulfate BaSO4. ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? BaSO4, barium sulfate. SO4ന് -2ഉം ബേരിയത്തിന് +2ഉമാണ്. അപ്പോൾ ക്രിസ് ക്രോസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നത് Ba2SO4 എന്നാണ്. Ba2SO4 ട്വൈസ് ഉണ്ട്. SO4 ട്വൈസ്. ഇത് രണ്ടും കോമൺ ആയതുകൊണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ BaSO4 എന്ന് കിട്ടും. ബേരിയം സൾഫേറ്റ് BaSO4 ആയി കിട്ടും. ഇനി അടുത്തത് നമുക്കറിയേണ്ടത് അലുമിനിയം ക്ലോറൈഡ് ആണ്. അലുമിനിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അലുമിനിയത്തിന് Al എന്നും ക്ലോറൈഡിനെ Cl എന്നും റെപ്രസെൻ്റ് ചെയ്യാം. അലുമിനിയത്തിന് ചാർജ് +3ഉം ക്ലോറൈഡിന് ചാർജ് -1ഉമാണ്. ക്രിസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അലുമിനിയത്തിന് ക്ലോറിൻ്റെ 1ഉം ക്ലോറിന് അലുമിനിയത്തിൻ്റെ 3ഉം കിട്ടും. അപ്പോൾ നമുക്ക് അലുമിനിയം ക്ലോറൈഡ് കിട്ടി AlCl3. ഇതാണ് വേഡ് ഇക്വേഷനിൽ നിന്നും നമ്മൾ കെമിക്കൽ ഇക്വേഷനിലേക്ക് ആദ്യം മാറ്റി. ആദ്യം തന്നിരുന്നത് വേഡ് ഇക്വേഷനായ ബേരിയം ക്ലോറൈഡ്, അലുമിനിയം സൾഫേറ്റ് എന്നിങ്ങനെയായിരുന്നു. അതിനെ നമ്മൾ കെമിക്കൽ ഫോർമുലാസിലേക്ക് മാറ്റി. ഇനി നമ്മൾക്ക് ബാലൻസ് ചെയ്യണം. അപ്പോൾ ബേരിയം ലെഫ്റ്റ് സൈഡിൽ 1 തന്നെ, റൈറ്റ് സൈഡിലും 1 തന്നെ, മാറ്റങ്ങളൊന്നുമില്ല. Cl2 ലെഫ്റ്റ് സൈഡിൽ 2 ആണ്, പക്ഷേ റൈറ്റ് സൈഡിൽ 3 ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ 3ഉം 2ഉം ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ. രണ്ടിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ 3 ഇടാം, അവിടെ 2 ഇടാം. അപ്പോൾ 6 കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പുറത്ത് ബാലൻസ് ചെയ്യാൻ വേണ്ടി അവിടെ 3 മോളിക്യൂൾസിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ ഈ ബേരിയം ക്ലോറൈഡിനെ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ 3 ഇടുന്നത്. 3 ഇടുമ്പോൾ 6 മോളിക്യൂൾസ് ക്ലോറിൻ ഇവിടെ ഉണ്ടാവും. ഇവിടെയാണെങ്കിൽ നമുക്ക് 2 മോളിക്യൂൾസ് ഇങ്ങനെ എഴുതാം. 2 മോളിക്യൂൾസ് Alലും ഉണ്ടാവും, അത് Cl3നും ബാധകമാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഇവിടെ 3Cl2 എന്ന് പറയുന്നത് ആക്ച്വലി 3 × 2 6 ക്ലോറിൻ ആറ്റം ഇവിടെയുണ്ട്. അതേപോലെ അവിടെ 2AlCl3 എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന Alന് 2 Al അവിടെയുണ്ട്. പിന്നെ Cl മോളിക്യൂൾ എത്ര എണ്ണം ഉണ്ട്? ക്ലോറിൻ മോളിക്യൂൾ എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ 2 × 3 അതായത് 6 Cl മോളിക്യൂളാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ബാലൻസിങ്ങിലേക്ക് പോകാം. അപ്പോൾ ബേരിയം ക്ലോറൈഡ് നമുക്ക് കിട്ടി. ഒന്നും കൂടി ചേർത്ത് എഴുതാം കേട്ടോ. ബേരിയം ക്ലോറൈഡ് BaCl2 പ്ലസ് അലുമിനിയം സൾഫേറ്റ് Al2SO4 thrice gives BaSO4 plus aluminum chloride AlCl3. ബേരിയം ഒക്കെയാണ് 1 ആണ്. ക്ലോറിൻ പക്ഷേ ഇവിടെ 2ഉം അവിടെ 3ഉം ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ 3 ഇടാം. ഇവിടെയാണെങ്കിൽ നമുക്ക് 2 ഇടാം. അപ്പോൾ ക്ലോറിൻ്റെ കേസ് ബാലൻസ്ഡ് ആയി. ക്ലോറിൻ ഇവിടെ 6 ആണ്, അലുമിനിയം 2 ആണ്, ക്ലോറിൻ ഇവിടെ 6 തന്നെയാണ്. അപ്പോൾ ബേരിയം പക്ഷേ ഇവിടെ 3 ഉണ്ട്, ബേരിയം പക്ഷേ ഇവിടെ 1 ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഇട്ട് കൊടുക്കാം. ഓക്കെ, ഈ 3 ഈ ബേരിയത്തിനും ബാധകമാണ്, SO4നും ബാധകമാണ്. ഈ 2 Alനും ബാധകമാണ്. അതേപോലെ തന്നെ 2 × 3
മോളിക്യൂൾസ് ഓഫ്, അതായത് 6 മോളിക്യൂൾസ് ഓഫ് Cl ഉണ്ട് അവിടെ. ഇനി നമുക്ക് ഒന്നും കൂടി ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനെ ചെക്ക് ചെയ്യാം. അതായത് ബേരിയം 3 ഉണ്ട്, ഇവിടെയും ബേരിയം 3, Cl 6 ഉണ്ട്, ഇവിടെ Cl 6. അപ്പോൾ ഇത് ബാലൻസ്ഡ് ആണ്. ഇനി Al 2 ആണുള്ളത് ഇവിടെ, ഇവിടെയും Al 2. SO4 3 ഉണ്ട്, ഇവിടെയും SO4 3 ഉണ്ട്. ഇങ്ങനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സ്റ്റേറ്റ് കൂടി എഴുതാം. അതായത് BaCl2 സോളിഡ് സ്റ്റേറ്റ്, അലുമിനിയം സൾഫേറ്റ് സോളിഡ് സ്റ്റേറ്റ്, ദെൻ ഇത് പ്രസിപ്പിറ്റേറ്റ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് ഫോം ചെയ്യണമെങ്കിൽ ബേരിയം ക്ലോറൈഡ് നമുക്കൊരു അക്വസ് സൊല്യൂഷനിൽ ആയിരിക്കണം. അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡിനെ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യിക്കുന്നതാണ് അക്വസ് സൊല്യൂഷൻ. ആൻഡ് ദാറ്റ് ലിക്വിഡ് ഈസ് വാട്ടർ. വാട്ടർ എടുക്കുകയാണെങ്കിലാണ് നമ്മൾ അക്വസ് എന്ന് വിളിക്കുന്നത്. ഇതിട്ട് കഴിയുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് ആയിട്ടാണ് BaSO4 ഫോം ചെയ്യുന്നത്. ആ പ്രസിപ്പിറ്റേറ്റ് എന്നുള്ളതാണ് നമ്മൾ PPT എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രസിപ്പിറ്റേറ്റ് ആണ് PPT എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫോം ചെയ്യുന്ന അലുമിനിയം ക്ലോറൈഡും സോളിഡായിട്ട് തന്നെയാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത്. അതായത് വെയ്ഡ് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ കെമിക്കൽ ഫോർമുലാസ് എഴുതണം. ആ കെമിക്കൽ ഫോർമുലാസ് എഴുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ ബാലൻസിങ് ആണ്. റൈറ്റ് സൈഡിലുള്ള എത്ര പ്രൊഡക്റ്റ് ഫോം ചെയ്തിട്ടുണ്ടോ അത്രയും മോളിക്യൂൾസ് തന്നെ അത്രയും മോളിക്യൂൾ റിയാക്റ്റൻസ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യം ആണ് ഇതിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ക്ലാസ്സുകൾ ഇനിയും ഉണ്ടാവും. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സുകൾ തൃശ്ശൂർ പൂങ്കുന്നത്തുള്ള സെൻറ്ററിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. ഓക്കെ, താങ്ക് യു.